நிலவின் உருவம் நதிக்கு சொந்தமில்லை. நினைப்பதெல்லாம் நடக்கும் வாழ்க்கை யாருக்கும் அமைவதில்லை. உனக்கும் எனக்கும் விழுந்த முடிச்சு தானாய் விழுந்ததில்லை. உலக உருண்டை உடையும் போதும் காதல் உடைவதில்லை. மின்மினி தேசத்து சொந்தக்காரன் விண்மீன் கேட்பது தவறாகும். வரலாற்றில் வாழ்கின்ற காதல் எல்லாம் வழியோடு போராடும் காதல் தானே. ஒரு தடவை சொல்வாயா உன்னை எனக்கு பிடிக்கும் என்று. ஒரு பார்வை பார்த்தாயா உன்னை எனக்கு பிடிக்கும் என்று. நெருங்க நினைக்கும் நினைவை மறக்க நெஞ்சம் நினைக்கிறது. கனவில் பூக்கும் பூக்கள் பறிக்க பெண்மை அழைக்கிறது. கிளையை முறித்து போட்டு விடலாம் வேறே என்ன செய்வாய். தரையை உடைத்து முளைக்கும் போது அன்பே எங்கு செல்வாய். மல்லிகை பூக்கள் உதிர்வதெல்லாம் மரத்தடி நிழலுக்கு சொந்தமில்லை. உன்னோடு நான் வாழ போராடுவேன். நீ இன்று போனாலும் தள்ளாடுவேன். ஒரு தடவை சொல்வாயா உன்னை எனக்கு பிடிக்கும் என்று. ஒரு பார்வை பார்த்தாயா உன்னை எனக்கு பிடிக்கும் என்று. காதல் ஒரு புகை போல மறைத்து வைத்தால் தெரிந்துவிடும். காதலில் தான் பூக்கள் மோதி மலைகள் கூட உடைந்துவிடும். உன்னை ஒழிக்காதே என்னை வதைக்காதே என்றும் இதயத்தில் இலக்கணம் கிடையாதே. ആരുമില്ലേ? അച്ചോ അച്ചോ അച്ഛാ അച്ചോ, ഇത് പള്ളിയായിട്ട് ഒരു അച്ഛനെ കാണാനും കൂടി ഇല്ല. അച്ചോ അച്ഛാ അച്ചോ അച്ഛാ അച്ചോ. എന്താ മച്ചായി? അച്ഛാ ഈശോ സ്ഥിതിയായിരിക്കട്ടെ. അച്ഛാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടി. അപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ കിട്ടണം പോലെ വേളാങ്കണ്ണി പോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് യൂണിറ്റ് മീറ്റിംഗിൽ അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണ് അച്ഛൻ ഇത്? അല്ല മച്ചായി, എനിക്കൊരു ഗ്യാപ്പ് തരും സ്തുതി പറയാനായിട്ട്. ഇതിനിടയ്ക്ക് നീ കിടന്ന് അലറിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ സ്തുതി പറയും? എപ്പോഴും എന്നും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സമയത്ത് സ്തുതി ആയിരിക്കട്ടെ മച്ചായിക്ക്. അതായത് കുർബാന കഴിഞ്ഞ് പെണ്ണുങ്ങൾ പോകുന്ന വഴിയിലാണോ മച്ചായി എന്നെ നോക്കി നിൽക്കുന്നത്? വന്നതിന് ശേഷം ഒന്ന് വിളിച്ചാൽ പോരെ മഥായി? അപ്പോൾ തന്നെ പ്രസന്റ് ചെയ്യില്ല മഥായി? അതെനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മഥായി മറിയ കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിള്ളേർ മേഴ്സി കുട്ടി അമേരിക്ക പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവള് കത്തൊക്കെ വിടാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാം സുഖമായിട്ടിരിക്കുന്നു. മഥായി പറഞ്ഞോളൂ. അച്ഛാ ഞാനേ ഒരു വണ്ടി മേടിച്ചായിരുന്നു. അച്ഛോ വണ്ടി നന്നായിട്ട് വണ്ടി മേടിക്കണം. മേടിച്ച് കഴിഞ്ഞിട്ട് ഓടിക്കണം. നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം നന്നായിട്ട് ഓടിച്ച് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് നന്നായിട്ട് നമ്മൾ കൊണ്ട് നടക്കണം. അതെ, ദൈവകുറവ് കൊണ്ട് എനിക്ക് ആ വണ്ടി മേടിക്കാൻ പറ്റി. അപ്പൊ അച്ഛനൊന്ന് വെഞ്ചരിച്ച് തരണം. വെഞ്ചരിച്ച് തരാം. വണ്ടി ഒന്ന് വെഞ്ചരിക്കണം. പക്ഷെ വെഞ്ചരിക്കുന്നതിന് സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് മഥായി. മാറ്റിയാ മൊത്തത്തിൽ സ്റ്റൈൽ മാറ്റി. അതൊക്കെ പ്യാര് പറഞ്ഞു തരും. അതായത് ബുക്ക് നോക്കിയാണ് അച്ഛൻ വെഞ്ചരിക്കുന്നത്. ഓരോ ചാർജ് ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളായത് ബുക്ക് എന്നോട് പറയാൻ പറഞ്ഞു. പറയൂ മഥായി. അച്ഛാ ഒന്നല്ല ഈ അച്ഛൻ പറ, ഈ കപ്പാരി പറ. ഞാൻ പറയാം. അതായത് ഒരു വെഞ്ചരിപ്പിന് 501 രൂപയാണ് ചാർജ്. രജിസ്ട്രേഷൻ ഫീസ്. അച്ഛന്റെ ചാർജ് 501 വേറെ. പിന്നെ എന്റെയും കുട്ടി മൊത്തം 2000 രൂപ. ഒരു വണ്ടി വെഞ്ചരിക്കുന്ന 2000 രൂപ അത്രേ ഉള്ളൂ, വളരെ കുറവാ. ഓ അത് ശരി. എന്തെങ്കിലും ആവട്ടെ. കേട്ടായിരുന്നു ആരാണ് കൂടുതൽ ചാർജ് ഈടാക്കുന്നത്? ആയിക്കോട്ടെ. ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളുടെ അതൊരു ബുക്ക്, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളുടെ അതൊരു ബുക്ക്, വാഹനമാണല്ല വാഹനങ്ങളുടെ അതൊരു ബുക്ക്. ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോ എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. ആയിക്കോട്ടെ. അപ്പം വെഞ്ചരിച്ച് ചെയ്യാൻ തരാം. അപ്പോ കർത്താവിന്റെ ദാസൻ ശ്രീ വാവു ആന്റണി താഴ്വര നടന്നു നീങ്ങുന്ന സമയത്തെങ്കിൽ സതാന്തര സന്തതി
പറഞ്ഞത് മഥായാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞേ മഥായിയുടെ 28 നോക്കാനായിട്ട് എന്ത് അച്ഛൻ ഈ പറയണത് നീ ഉദ്ദേശിച്ച 28 അല്ല മഥായി മഥായിയുടെ 28 അധ്യായം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കടലിലക്കര പോണവരെ കാണാപ്പൊണ്ണിന് പോണവരിയ നിങ്ങൾ പോയി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തിരുമ്പി വരും പോത് എന്തുകൊണ്ടുവെന്നാണ് ചോദിച്ചിരിക്കുന്നത് തിരിഞ്ഞു വരുമ്പോ ഒരു ശിവാസിന്റെ റീകൾ ഒരു ഫുൾ കുപ്പി കൊണ്ടുവരും ദൈവം തുറന്ന ചുമ പ്രലോഭിപ്പിക്കാടാർക്കാം അല്ല അച്ഛൻ പറഞ്ഞ വണ്ടി ഒന്ന് വെഞ്ചരിച്ചു അല്ല പറഞ്ഞുള്ളൂ അച്ഛൻ ഈ കടലിലക്കരെ പോണേ കാലം വെറുതെ ചെമ്മിലെ പാട്ട് പാടിക്കണ്ട് എന്റെ വണ്ടി ഒന്ന് വെഞ്ചരിച്ചു അപ്പൊ നമുക്ക് വെഞ്ചരിപ്പിലേക്ക് കടക്കാം ബുക്ക് റെഡിയാണല്ലോ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണേ എല്ലാം അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നേക്കുന്നത് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചു അവന്റെ തിരുസനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ മഥായി മഥായി മണി പതായി മഥായി എന്നാ മഥായി ഒരു മിഠായി എനിക്ക് വേണ്ട മിഠായി വേണ്ട ആയിക്കോട്ടെ ഈ വണ്ടിയ ഈ വണ്ടിയ വണ്ടിക്ക് 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 കൂപ്പി പിടിക്കുക കപ്പിയാരെ ഈ വണ്ടിയ 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 എന്ന് പറയണം കേട്ടാ ഈ വണ്ടിയ വണ്ടിയ റെക്സിൻ പൊളിയാതെയും പെയിന്റ് പൊട്ടാതെയും എയർ പഞ്ചറാക്കാതെയും പെട്രോൾ ടാങ്ക് പൊട്ടാതെയും എയർ ബോക്സ് ഒടിയാതെയും ഈ വണ്ടി ഭുവനത്തില്ല അല്ലെ ഭൂമിയില്ല അല്ലെ വാനത്തില്ല നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ നന്നായിട്ട് ഇത് കറങ്ങി തിരിഞ്ഞ് നടക്കണമേ കഥാവിനോട് പ്രാർത്ഥിക്കുന്നു വെച്ചോ ഐശ്വര്യമായിട്ട് വെച്ചോ ഐശ്വര്യമായിട്ട് ഇത് വെച്ചേര് എണ്ണി വെച്ചോ എല്ലാം റെഡി ആയിക്കോണം കേട്ടോ അതങ്ങോട്ട് കൊടുത്തു വിടണ്ട നമ്മുടെ വെഞ്ചിരിപ്പ് പോക്കല്ലേ പൊക്കോട്ടെ ആയിക്കോട്ടെ മിഠായി മിഠായി വേണ്ട 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 ആയിക്കോട്ടെ പൈസ എല്ലാം കപ്പ്യാരോട്ട് കൊടുത്ത് എല്ലാം വാങ്ങിക്കോ എന്താ നോക്കി നിൽക്കുന്നത് ഇത് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ് നമുക്ക് നല്ല സന്തോഷമായിട്ട് എന്താ നിങ്ങൾ കുശുകുശാന്ന് പറയുന്നത് ഇല്ല പറഞ്ഞാണ് ആയിക്കോട്ടെ പൊക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വേണ്ട അപ്പൊ നമുക്ക് ആസ്വാദനത്തിന്റെ പുരുഷ ഇവിടെ വന്ന് നിൽക്കൂ നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണ് നമുക്കൊരു പാട്ട് പാടി ആസ്വദിക്കാം ആയിക്കോട്ടെ നാല് പാട്ട് കേട്ടോ രസമായിരിക്കുന്നു അപ്പൊ ഒരു മിനിറ്റ് എന്താണ് ഹലോ പുരോഗമിച്ചു വെച്ചോ ചൊവ്വാഴ്ച പറ്റില്ല ഞാൻ ഓണത്തിന് തിരക്കാ എന്റെ മൊബൈലിൽ ഞായറാഴ്ച ഒന്ന് വിളിച്ചു നോക്ക് ഈ നമ്പറിൽ വിളിക്കണ്ട ഞാൻ ഉണ്ടാവൂല ശനിയാഴ്ച ബില്ല് വരും അതാണ് കൂലിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അല്ലേ പത്താക്കി മൊബൈൽ അളിയന്റെ അല്ലേ എടുത്തപ്പോ 6000 രൂപയായിരുന്നു 500 പറഞ്ഞു കൊടുക്ക എനിക്കും കോള് വരുന്നുണ്ടല്ലോ ഇതാര് വിളിക്കുന്നത് എന്റെ അതിലും വലിയ മൊബൈലാ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും ഇതട്ടാ എടുക്ക് കോളെടുക്ക് അല്ല അല്ല ജോസ് എന്താ ജോസ് ഫ്രാൻസിസിന്റെ ഫോൺ നമ്പറാ എഴുതിയെടുത്തുള്ളൂ 2 4 6 8 മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ഞാൻ എന്നെ ചെയ്യാൻ താങ്ക് യു ആയിക്കോട്ടെ അപ്പൊ എന്താണ് കൂലി കൂലി എത്ര നാള് കരിമിട്ടു അവിടെ 8 നാളികേരം കിട്ടും 20 സെന്റ് ഏറിയിട്ട് 8 നാളികേരം കിട്ടും നല്ല കായ്കനികൾ കേട് വന്നിരിക്കുന്നു തേങ്ങിന്റെ എത്ര മിനിങ്ങാന്ന് പാത്രത്തിൽ കണ്ടില്ലേ എല്ലാ തേങ്ങിന്റെയും കേര ദിനം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് മണ്ടിയിലത്തെ തെങ്ങുകളിൽ മണ്ടല് പേടിച്ച് തെങ്ങുകള് കൂലിയുടെ കാര്യം കൂലി എത്രയാണ് കേറുന്നതിന് 2 ഇടുന്നതിന് 2 പിന്നെ ഇറങ്ങുന്നതിന് 3 എണ്ണം തരുമല്ലോ പിന്നെ 2 എണ്ണം അച്ഛൻ മനസ്സറിഞ്ഞ് തരണം ഒരെണ്ണം എന്റെ വാക്കത്തി മോനേല് ഞാൻ എടുക്കും പിന്നെ അത് ഞാൻ തരയില്ല തരത്തില്ല എന്ന് കർശനമായിട്ട് പറയുക തരത്തില്ല 11 നാളികേരം ഇയാൾക്ക് കൊടുക്കണം 8 എണ്ണമാണ് ഇട്ടത് അപ്പൊ കപ്പ്യാരൊരു കാര്യം ചെയ്യും കപ്പ്യാര് ഒരു 30 രൂപ ഷെൽഫ് തുറന്നിട്ട് ഒരു 30 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു 3 നാളികേരം മേടിച്ച് പുരുഷന്റെ വാടക ഇത് കൂലി കൊടുത്ത് വിടൂ കപ്പ്യാരെ സന്തതിയായിട്ടാണ് നീ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് പോയ കോലം കാണും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് നോക്ക് കാര്യം ചോദിക്കച്ചോ ഞാനിവിടെ വന്നിട്ട് പോയ മനസ്സിലല്ല ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ ഓർക്കണ്ട അതെ മഥായിയുടെ വണ്ടി ഞാനല്ലേ വെഞ്ചരിച്ചു അതിന്റെ ക്വാളിറ്റി കാണുന്നത് ഇത് കണ്ടില്ല അച്ഛൻ ഇത് കണ്ട
എന്താ മത്തായി സംഭവിച്ചത് ഉരിയായിട്ടു? എന്താ സംഭവിച്ചെന്നാ, ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ വെണ്ടുരുത്തി പാലത്തിന്റെ കൈവരിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി വണ്ടി വെള്ളത്തിലേക്ക് പോവാ. എന്ത് വണ്ടിയായിരുന്നു മത്തായിയുടെ വണ്ടി? ടാറ്റാ സുമോ. എനിക്ക് തലയിട്ടുന്നു, എന്നെ തലയിട്ടുന്നു. തലയിട്ടണ അച്ഛനെ സമാനപ്പെട്ടാരുള്ളൂ. എന്നോട് ക്ഷമിക്കണം മത്തായി. ഒരു 3-4 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും? എനിക്ക് മത്തായിയുടെ വണ്ടി ടാറ്റാ സുമോ ഉറപ്പായിരുന്നു. ഉറപ്പാണ്. മത്തായി ഒരു അപകടം പറ്റി. എന്തു പറ്റി? ഞാൻ വായിച്ച ബുക്ക് മാറിപ്പോയി. ഞാൻ ഒരു ബോട്ടിന്റെ ബുക്ക് എന്നെ പിടിക്കുക.